ഇവിടുന്ന് ഈ ക്യാമ്പിലോട്ട് 45 മിനിറ്റാണ് നടക്കാൻ. അതുകൊണ്ട് 1 മണിക്കൂറാണ് നടക്കാൻ. അവിടെ വരെ വണ്ടി കൊണ്ടോ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഗൈഡ് അവിടെ ട്രക്ക് ചെയ്ത് മുകളിൽ 1 hour ക്യാമ്പിലെത്തും. ശരി, തുടങ്ങിയോ? എന്നാ പേര് ഇൻട്രോ പറഞ്ഞേക്കാം. സോ ഹലോ എവരിവൺ, ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവലേറ്റ്. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ എല്ലപ്പെട്ടി എത്തിയിരിക്കുകയാണ്. എല്ലപ്പെട്ടി എന്ന് പറയുന്നത് മൂന്നാറിന്ന് ടോപ്പ് സ്റ്റേഷൻ പോകുന്ന റൂട്ടിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ നടക്കണം നമ്മളുടെ ക്യാമ്പിലേക്ക് എത്താൻ അല്ലേ. ആ സ്ഥലത്തിന്റെ പേരെന്താ? അവിടെ സ്ഥലത്തിന് പേരില്ല, ഒരു കാടിന്റെ അടുക്കാണ്. പേരിട്ടിട്ടില്ല, നമുക്ക് പേരിടാം. ക്യാമ്പ് ഫുട് പ്രിന്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിവിടെ യാത്ര തുടങ്ങിയാണ്. അപ്പം മൂന്നാറിന്റെ ധാരാളം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നു. പ്രശാന്തിനെ ഇപ്പൊ പശു കുത്താൻ വരും. പ്രശാന്തെ പശു കുത്താൻ വരുന്നു, ഓടിക്കോ അമ്മേ. അപ്പോൾ നമ്മൾ എല്ലപ്പെട്ടിയിൽ കൊണ്ട് വണ്ടി വെച്ചു. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലപ്പെട്ടിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പിലേക്ക് നടക്കുകയാണ്. 2 കിലോമീറ്റർ ഉണ്ടല്ലേ? 2.5 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ എടുക്കും നടക്കാനായിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ നമ്മൾ നടന്ന് മേളിലോട്ട് കയറി പോകണം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെ എസ്റ്റേറ്റാണ്. ഇവിടെ എല്ലാം മറ്റേ ഇവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളല്ലേ? ധാരാളം കൃഷികളുണ്ട് ഇവിടെ. പിന്നെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ. വളരെ നല്ല രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് അല്ലേ വീടുകളൊക്കെ അല്ലേ? അവർ ജീവിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. കണ്ടില്ലേ? വീടിൻ്റെ മുമ്പിൽ തന്നെ എല്ലാം ഒരേപോലത്തെ വീടുകളാണ്. വീടിൻ്റെ മുമ്പിൽ തന്നെ ചെടികളും മറ്റുമൊക്കെ നട്ട് നല്ലപോലെ വൃത്തിയും മെനക്കൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന വീടുകളാണ്. നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 15 ഉണ്ടാവും അല്ലേ? 15. ഓക്കെ, രാത്രിയിലാകുമ്പോഴത്തേക്കിന് എത്ര വരും? 5 ഡിഗ്രി വരെയൊക്കെ താഴും അല്ലേ? 2 ദിവസം മുമ്പ് സൂര്യൻ്റെ അത്ര എത്തിയായിരുന്നു. യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് നടക്കുകയാണ്. ലെറ്റ്സ് ഗോ. ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഐഡിയ ആയിരുന്നു. കൂട്ടുകുടുംബം ആകുമ്പോഴേക്കും കൂടുതൽ തണുപ്പ് നിൽക്കാനും ചൂട് ടെമ്പറേച്ചർ അകത്ത് മെയിൻറ്റെയിൻ ആയിരിക്കും. കല്ലുകൊണ്ട് കെട്ടിയ വീടുകളല്ല. കല്ലുകൊണ്ട് കെട്ടിയ വീടുകളുടെ ആ പച്ച കളറൊക്കെ ആ ജനലിലൊക്കെ അടിച്ചിരിക്കുന്ന പച്ച കളറും നീല കളറൊക്കെ ശരിക്കും വെറൈറ്റിയാണ് ശരിക്കും. ഇവിടെ ധാരാളം കൃഷിയുണ്ട്. കണ്ടില്ലേ? ക്യാബേജാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ ദൂരെ നിങ്ങൾക്ക് കാണാം, അവിടെ ക്യാബേജ് നട്ട് വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ക്യാബേജ് നട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാട്ടിലേക്ക് കയറുകയാണ്. കാടെന്ന് പറയുമ്പം ഏകദേശം ആ എസ്റ്റേറ്റിൽ നിന്നും കാടിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലഗേജൊക്കെ നമുക്കിവിടെ ജീപ്പുണ്ട്. അപ്പോൾ ആ ജീപ്പിൽ അവരെ ലഗേജ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് തരും. അതുപോലെ തന്നെ ആ ജീപ്പിൽ ധാരാളം നിറച്ചുള്ളത് നമ്മുടെ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഗ്യാസ് കുറ്റിയും അതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. നമ്മുടെ ക്യാമ്പിലേക്ക് ലഗേജ് കൊണ്ട് പോകുന്ന വണ്ടി വന്നു. നമ്മളെന്താ പിന്നെ നടത്തം അങ്ങോട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് കുറച്ച് നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് കയറി. സോ ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിൽ നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാം. ഒരു രക്ഷയില്ല. മുടിഞ്ഞ തണുപ്പ്, മുടിഞ്ഞ മഞ്ഞ്, എന്റെ ദൈവമേ, അടിപൊളിയാണോ? കിട്ടില്ല സ്ഥലം.
അടിപൊളിട്ടാ, നടന്നു വന്നാൽ മതിയായിരുന്നു. വണ്ടിയിൽ കയറി വരേണ്ട ആവശ്യമില്ലായിരുന്നു, നടന്നു വന്നാൽ മതിയായിരുന്നു. ശരിക്കും ആ കാഴ്ചകൾ കണ്ടു ചാടി ചാടി കീട്ടിലെ സ്ഥലം, ഒരു രക്ഷയില്ല, കീട്ടിലെ സ്ഥലം. അപ്പൊ നമ്മളിപ്പോ ടെന്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ടെന്റ് പോലത്തെ വേറൊരു സംഭവം പണിതിട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഫാമിലീസിനൊക്കെ ഒന്ന് താമസിക്കാൻ പറ്റിയ കുറച്ച് ലക്ഷറി അല്ലേ. ടെന്റ് ആകുമ്പോൾ വളരെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു ലക്ഷറി സ്റ്റൈൽ സംഭവമാണ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാം പോയി കാണാം. ഇറങ്ങട്ടെ, ചേർന്ന് പിടിച്ച്. அவரு இனி இங்க தான் தங்க போறாரு. ഓക്കെ, കീട്ടില്ല സ്ഥലം. നമുക്ക് കാണാം എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു 10-30 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എറണാകുളത്ത് നിന്നുള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാൻ വരുത്തുന്നത് ഞങ്ങളിങ്ങ് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സൺറൈസ് ആണ് നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ പറ്റുക. രാവിലെ സൺറൈസ് ആണ് ഇവിടുത്തെ സ്ഥലം. കിട്ടില്ല, എന്താ പറയുക, മഞ്ഞിങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നും കയറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ടെൻ്റ് അങ്ങോട്ട് പോകാം. ഇത് അവിടെ ആയിട്ടാണ് നമ്മുടെ ടെൻറ്റ്. ആൻഡ് ഇതാണ്, ഈ 3 എണ്ണമാണ് നമ്മൾ പിന്നീട് ഒരിക്കൽ വന്ന് വീഡിയോ ചെയ്യാൻ പോകുന്ന സംഭവം. ഇത് പണി കഴിഞ്ഞിട്ടില്ല അല്ലേ? എന്നത്തേക്ക് തീരും? ഈ മാസം അവസാനത്തോടെ തീരും. അപ്പം ന്യൂ ഇയറിന് തുടങ്ങോ? ന്യൂ ഇയർ തുടങ്ങോ? അപ്പോൾ പിന്നെ ആൾക്ക് വീഡിയോ കാണുന്നവർ ന്യൂ ഇയറിന് ഈ ടെൻറ്റ് വേണം വിളിച്ച് ബുക്ക് ചെയ്തോ അല്ലേ? ഓക്കെ. ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. എത്ര ടെന്റിന്റെ റേറ്റ്? ഒരു ഏകദേശം 10 രൂപ അടുത്ത് വരും, ഫുഡോടെ. ഇൻക്ലൂഡിങ് ഫുഡ്, ക്യാമ്പിങ്. 10 രൂപ എന്ന് പറയുന്ന ഒരാൾക്കാണ് 2 പേർക്ക് 10 രൂപ. അപ്പം ഇതിന് നമ്മുടെ ടെന്റിന് ഏകദേശം 2000 രൂപയാണ് പെർ ഹെഡ്. അപ്പോൾ നമ്മളിന്ന് ടെന്റിലേക്കാണ് താമസിക്കുന്നത്. ലെറ്റ്സ് ഗോ, നമുക്ക് ടെന്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് താമസിക്കുന്ന ടെൻറ്റ്. ഇതിലേതെങ്കിലും ഒരു ടെൻറ്റ് നമുക്ക് എടുക്കാം. നമ്മൾ ആദ്യം വന്നത് ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് ലൊക്കേഷനിലാണ്, ഏറ്റവും മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഡെറിൻ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാമെന്നാണ് പറയുന്നത്. രാവിലെ ഇതേപോലെ മഞ്ഞില്ലെങ്കിൽ കാണാം അല്ലേ? ഇപ്പോൾ ഇതാണ്ട് കംപ്ലീറ്റ് എനിക്ക് ചുറ്റുപാടും ഒന്നും കാണാൻ പറ്റാത്ത തരത്തിൽ ഇവിടെ ഇങ്ങനെ മഞ്ഞെന്നല്ലേ പറയുന്നത്? കോടയാണോ? മഞ്ഞ് കോട എന്തും പറയാം അല്ല, ഞാൻ മഞ്ഞെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് പല ആൾക്കാരും ഇത് മഞ്ഞാണോ, മഞ്ഞ് വീഴുന്നതല്ലേ, കോടമഞ്ഞെന്ന് പറയാം. യെസ്. അപ്പോൾ അത് ഇവിടെ ചുറ്റും ഇങ്ങനെ ശരിക്കും എന്താ പറയുക, ഫോഗ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഫോഗാണ്, ഒന്നും കാണത്തില്ല. എനിക്കിപ്പോൾ ക്യാമറ നിൽക്കുന്ന ക്യാമറ പിടിക്കുന്ന പ്രശാന്തിനെ കാണാം, ഇവരെ കാണാം, ടെൻറ്റും കാണാം. ചുറ്റുഭാഗം ഒന്നും കാണത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻസ് ഉണ്ട്. ഇതേപോലെ ഒരു ടെൻറ്റിലും പരമാവധി 3 പേർക്ക് വെച്ച് കിടക്കാം. സ്ലീപ്പിംഗ് ബാഗൊക്കെയാണ് അല്ലേ ഇത്? ഓക്കെ. പിന്നെ താഴെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. താഴെയാണ് ടോയ്ലറ്റ് സൗകര്യം, കോമൺ ടോയ്ലറ്റ് ആണ്. നമുക്ക് എന്തായാലും നമ്മുടെ ടെൻറ്റ് നോക്കാം. ഇതല്ലേ, ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? നമുക്ക് എല്ലാത്തിനും സിബാണ്. ഓക്കെ. സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാം, അകത്തുനിന്നും പുറത്തും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓ, ഇതിങ്ങനെ ഇത്ര പറ്റുള്ളൂ? ഓക്കെ, ഇത്രയും പറ്റുള്ളൂ. വേറെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ ടെന്റിന്റെ അകത്ത് ചെരുപ്പിടത്തില്ല. കാരണം നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമ്മൾ ചെരുപ്പിലുള്ള ഒരു മണവും. അതെ അതെ, ശരിയാണ്. ടെന്റിന്റെ അകത്ത് എപ്പോഴും ടെമ്പറേച്ചർ റെഗുലേറ്റ് നിൽക്കണമെങ്കിൽ ടെന്റ് നമ്മൾ എപ്പോഴും അടച്ചിടണം. ഔട്ട് ആകുമ്പോൾ അടച്ചിടണം. ഓക്കെ. അതിനാണ് 2 സൈഡ് സിബ് കൊടുത്തേക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. അത് ശരി. ഓക്കെ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ്. ഇതിനകത്ത് ഇഴജന്തുക്കളൊന്നും കയറില്ല. അടച്ചിട്ടാൽ മതി അല്ലേ? ഓക്കെ. ഇതിനിടയ്ക്ക് ഗ്യാപ്പ് പോലെ ഉണ്ടോ നോക്കിയാൽ മതി. പുറകിൽ ലഗേജ് വെക്കാനുള്ള സ്പേസ് ആണ് ബാക്കിൽ അല്ലേ? ഓ, അത് ശരിയാ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ടെൻറ്റിനകത്ത് കയറാം. അപ്പോൾ ഇത് സ്ലീപ്പിംഗ് ബാഗ് അല്ലേ? ഞാൻ ഷൂ അഴിച്ചിട്ടിട്ട് നമുക്ക് ടെൻറ്റിൽ കയറാം. അപ്പോൾ ഇത് അത്യാവശ്യം കമ്പിളിയാണോ ഇട്ടിരിക്കുന്നത്? അടിയിൽ ഫോം ഉണ്ട്, ചെറിയ ബെഡ് പോലെ ഉണ്ട്. അതിന് മേളിൽ കമ്പി ഇടുക. ഇതൊന്നും ഇങ്ങനെ പിടിച്ച് നമ്മളെ കാണണ്ടേ. അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് തന്നിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ശരിക്കും പണ്ട് ഞാൻ സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൗട്ടിലുണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയ സ്കൗട്ടൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ക്യാമ്പിങ്ങിനും മറ്റൊക്കെ പോകുമ്പോൾ ധാരാളം ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളുകളിലും മറ്റൊക്കെ പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടത്തിൽ വരെ, പാടത്ത് വരെ ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ട്, മുളയൊക്കെ ആയിട്ട് പോയിട്ട് ടെൻ്റ് അടിക്കാൻ അറിയായിരുന്നു. അന്ന് ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ഏതാണ്ട് 12 പോരല്ലോ 15 വർഷമായി. 15 വർഷത്തിന് ശേഷം ഇന്നാണ് നമ്മൾ ടെൻറ്റിൽ കിടക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ലീപ്പിംഗ് ബാഗ്. ആൻഡ് ഇത് ഓക്കെ, ഇതിനകത്ത് കയറി കിടക്കണം അല്ലേ? അതിനൊരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫുൾ സിബ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ് പോലെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കിടക്കാം. ഇല്ലെങ്കിൽ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാം. ഓ, അത് ശരി. അപ്പോൾ ഇങ്ങനെ ഇത് സിബ് അങ്ങ് ഇട്ടാൽ മതി. കയറിയിട്ട് കാല് കറക്റ്റ് ഉള്ളോട്ട് വന്നിട്ട് സിബ് ഇടാം. ഇല്ലെങ്കിൽ പുറച്ച് മുടി കിടക്കാം. പുതച്ച് മുടി ഇങ്ങനെ കിടക്കാം.
അത് ശരി, അടിപൊളി. സോ ഇതാണ് നമ്മളുടെ ടെൻറ്റ്. അപ്പോൾ സമയം ഇപ്പോൾ മണി 6 മണി കഴിഞ്ഞു. ആൻഡ് ഇന്ന് രാത്രിയിൽ ഇവിടെ ക്യാമ്പ് ഫയറും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പാചകമൊക്കെ ഇവിടെ തന്നെയാണ്, കുക്കിംഗ് എല്ലാം. വളരെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നമുക്ക് ടെൻറ്റിൽ കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ്, ശരിക്കും നിങ്ങളിവിടെ വരുമ്പോൾ പ്രകൃതിയാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. ആ ഒരു നേച്ചേഴ്സ് ലാപ്പ് എന്നൊക്കെ ശരിക്കും പറയാം അല്ലേ. ആ ശരി, പ്രകൃതിയുടെ മടിത്തട്ടിൽ ശരിക്കും നമ്മളിവിടെ വന്ന് താമസിക്കുമ്പോൾ നമ്മളിവിടെ യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. എപ്പോഴും നേച്ചർ ഫ്രണ്ട്ലി ആയിരിക്കണം. ലിറ്റർ ചെയ്യാൻ പാടില്ല, അവിടെ എവിടെയും പ്ലാസ്റ്റിക് അതൊന്നും വലിച്ചെറിയാൻ പാടില്ല. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് ഇറങ്ങി നടക്കാം. ഈ മഞ്ഞത്ത്, ഈ തണുപ്പത്ത് നമുക്ക് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പോകാം. കംപ്ലീറ്റ് സൈലൻസ്. ആകെ കേൾക്കാവുന്ന ശബ്ദം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുരുവികളോ ചെറിയ എന്തൊക്കെയോ കിളികളിങ്ങനെ അലയ്ക്കുന്ന ശബ്ദം. ഈ കാറ്റത്ത് ഈ ചെറിയ നിൽക്കുന്ന ഈ മരങ്ങളും ഇലകളും ഒക്കെ ആടുന്ന ശബ്ദം. അത്രേ ഉള്ളൂ. പ്യുവർ സൈലൻസ്, പിൻ ഡ്രോപ്പ് സൈലൻസ്. നമ്മൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ഒന്നുമില്ല അല്ലേ. ജിയോയ്ക്ക് ഒരു തുള്ളി കിട്ടുന്നുണ്ട്. റേഞ്ച് ഒന്നും വേണ്ടെന്നാ പറയുന്നേ. നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ വന്നവരല്ലേ. അപ്പോൾ നമ്മുടെ രാത്രിത്തേക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ക്യാമ്പിൻ്റെ ഇവിടെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. എന്തോ രാത്രി കഴിക്കാൻ ഉണ്ടാക്കുന്നത്? സൊല്ലുക. റൈസുണ്ട്, ചപ്പാത്തി, വെജിറ്റബിൾ കറി, ദാൽ ഫ്രൈ. പിന്നെ ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉണ്ട്, ചിക്കൻ കറി. പിന്നെ നല്ല ചൂട് കട്ടൻ ചായ കിട്ടുമോ? നല്ല ചൂട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ. ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? വെജിറ്റബിൾ കറിയാ? ഓ അത് ശരി. ഗ്രേവി ഇട്ടങ്ങ് കുഴക്കുന്നുണ്ടോ? നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഓ വെജിറ്റബിൾ എല്ലാം കുക്ക് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുക. അതാ കണ്ടോ? തണുത്ത് പറിച്ചിട്ട് പുറത്ത് നിൽക്കാൻ വയ്യ. അടുക്കളയിലാവുമ്പോൾ നല്ല ചൂടുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇപ്പം ഇവിടെ നിൽക്കാം കുറച്ചു നേരം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? പൊളി. അടിപൊളി. അടിപൊളി. ഇവരിപ്പോൾ ജസ്റ്റ് ഇപ്പം അവിടെ നിന്ന് നടന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇനി ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ് അവിടെ. ക്യാമ്പ് ഫയറിന് അങ്ങോട്ടേക്ക് പോവാം. അടിപൊളി തണുപ്പാട്ടോ, കിട്ടും. നമ്മുടെ ഇപ്പം വന്ന പിള്ളേരുടെ ലഗേജൊക്കെ ആയിട്ട് വരുന്ന വണ്ടിയാണ് ജീപ്പ് മാത്രമേ കയറി വരുള്ളൂ. ബൈക്ക് കയറി വരില്ല. ദൈവത്തെ ഓർത്ത് ഇവിടെ കാര്യം ബൈക്കിന് വരാൻ ശ്രമിക്കരുത്. അപകടമാണ്. വളരെ സ്ലിപ്പറി ആയിട്ടുള്ള റോഡാണ്. ബൈക്ക് വരില്ല. ജീപ്പ് മാത്രമേ കയറി വരുള്ളൂ. അതും 4 വീലുള്ള ജീപ്പ് മാത്രമേ കയറി വരുള്ളൂ. എൻ്റെ പേര് ഡെറിൻ എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് ചെറിയ ബ്രീഫ് വരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2050 മീറ്റർ ഹൈലാണ്.
ഇതൊന്നും വരില്ലല്ലോ അല്ലേ? അറിയപ്പുള്ളിയാണോ? എന്തിനാണ് ഈ വേഷം ഇട്ട് നടക്കുന്നത്? വേഷം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കോർഡിനേറ്റർ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചു പറയാതിരിക്കോ? അതില്ല. ആ ഞങ്ങൾ 5:30 ഇവിടെ എത്തി. പക്ഷെ അതെ മതിയടാ നിർത്തി. അപ്പോൾ നല്ല ചൂട് ചപ്പാത്തി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ഇതാണ് രാത്രി ഭക്ഷണം. ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയിരുന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പിള്ളേരൊക്കെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുന്നേ അവർ കഴിച്ചു തുടങ്ങുന്നതിന് നമുക്ക് കഴിക്കാം. വോ സൂപ്പർ ടേസ്റ്റ് ആണോ, കിട്ടുന്ന സാധനം. നമ്മളിന്ന് രാത്രി സ്വസ്ഥമായി ടെൻറ്റിൽ കിടന്നിറങ്ങുന്നു. രാവിലെ എണീക്കണം, തിരിച്ച് ട്രക്ക് ചെയ്ത് പോകണം. പറ്റുമെങ്കിൽ സൺറൈസും കാണണം, പറ്റുമെങ്കിൽ അല്ലാതെ കാണണം. കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നിറങ്ങും. ബാക്കി നാളെ രാവിലെ കാണാം. ബൈ. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തണുത്ത് വരച്ചിട്ട് വയ്യ, എണീറ്റേ ഉള്ളൂ. കിട്ടിലനായിട്ട് മനോഹരമായിട്ട് സൺറൈസ് കാണാം എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള അഡ്വാൻറ്റേജ്. കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. നല്ല വൈഡായിട്ട് ആ ഒരു മൂന്നാറിൻ്റെ ഭംഗി, ആ ഒരു മൗണ്ടൻ ഭാഗത്ത് നിന്നേ നമുക്ക് ആ തമിഴ്നാടാണ് ആ കാണുന്നത്. ആക്ച്വലി താഴെ കാണുന്നത് തേനി ബോധി ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. നമുക്ക് സൺറൈസ് ഒന്ന് കാണാം. ടെന്റില് തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടുമല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പിംഗ്? വരിക, എൻജോയ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ നല്ല ചൂട് പൂരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല ഇപ്പം സൂര്യൻ ഇങ്ങനെ കയറി വന്നിപ്പം ഒരു 8 മണിയായി. നല്ല തണുപ്പിൽ ആ ഒരു സൂര്യൻ്റെ ആ ഒരു ചൂട് കിട്ടുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ.
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ മൂന്നാറിലെ എല്ലപ്പട്ടിയിലുള്ള ക്യാമ്പ് ഫുട് പ്രിന്റ് അവിടെയായിരുന്നു ഞാനിന്ന്. എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നത് കുറ്റിപ്പുറത്തുള്ള MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ട്രിപ്പിളി സ്റ്റുഡൻസ് ആണ് അവർ. അമിഗോസ്. യെസ്. കണ്ടില്ലേ, ആവേശം കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടും അതേപോലെ തന്നെ ഫാമിലി ആയിട്ടും എല്ലാ തരത്തിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം തീർച്ചയായും വരിക. ന്യൂ ഇയർ പോലെയുള്ള ആഘോഷങ്ങൾക്കും ആഘോഷങ്ങളല്ല പോലും ഏത് ദിവസവും നിങ്ങൾക്ക് ഇവിടെ വന്ന് ആഘോഷമാക്കാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് സുജിത് ഭക്തൻ ആൻഡ് അമിഗോസ് ടീം സൈനിങ് ഓഫ് ഫ്രം